അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോണെന്ന് വെച്ചാല് ഡിസൈൻ ദ ബ്രിഡ്ജ് വിത്ത് മൂവിങ് ലോഡ്സ്. അതായത് ലോഡ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്രിഡ്ജ് ഒന്ന് അനലൈസ് ചെയ്യാൻ പോകും. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ജസ്റ്റ് അനാലിറ്റിക്കൽ മോഡൽ ആയിട്ടുള്ള ബ്രിഡ്ജിന്റെ എലവേഷനും ഇത് പ്ലാനും 3D വ്യൂ ഉണ്ട്. ഇതിൽ ഇതാ നമുക്ക് തന്നിട്ടുണ്ട് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് 100 മീറ്റർ, വിഡ്ത്ത് 16 മീറ്റർ, നമ്പർ ഓഫ് ലൈൻസ് 4, ലൈൻ വിഡ്ത്ത് 4 മീറ്റർ. അതായത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് എന്താ 100 മീറ്റർ തന്നിട്ടുണ്ട്, വിഡ്ത്ത് 16 തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ലൈൻ 4 ലൈൻ തന്നിട്ടുണ്ട്, ലൈനിന്റെ വിഡ്ത്ത് 4, 8, 12, 16, അങ്ങനെ നമുക്ക് 16 ടോട്ടൽ തന്നിട്ടുണ്ട്. മെമ്പർ ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. കോളം ഓഫ് 2 മീറ്റർ ഡയ, അതായത് ഈ കോളംസ് 2 മീറ്റർ ഡയ എന്ന് തരുന്നത്, അതായത് സർക്കുലർ ആണ്, അപ്പോൾ ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ തന്നിട്ടുള്ള ഷോർട്ട് കോളം ഉണ്ട്, ലോങ് കോളം ഉണ്ട്. ഈ ലോങ് കോളം എന്ന് ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ ഇതിൽ അങ്ങനെ കണ്ടാലും മനസ്സിലാവും, പക്ഷെ കണ്ടാൽ മനസ്സിലാവും. ഇത് ലോങ് ആയിട്ട് കിടക്കുന്ന ഒന്നാണ് എന്ത്, ലോങ് കോളം. ഇപ്പൊ ഇത് തന്നിട്ടുണ്ട് നമുക്ക് ഷോർട്ട് കോളം. ഷോർട്ട് കോളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രിഡ്ജ്, അതായത് ഫ്ലൈ ഓവറിന്റെ താഴെയൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഫ്ലൈ ഓവറിന്റെ താഴെ കുറച്ചുകൂടെ ഈസി ആയിട്ട് കാണാൻ പറ്റും. അടിയിൽ ഷോർട്ട് കോളം ആയിക്കാണ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും, ലോങ് കോളം ആയിട്ട് ഇങ്ങനെയും കാണിക്കുന്നുണ്ടാവും. അതായത് ലെങ്ത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, പിന്നെ ഷോർട്ട് കോളം ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ ഡയമെൻഷൻസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. 0.5 മീറ്റർ 0.5 മീറ്റർ ആണ്, 1 മീറ്റർ 1 മീറ്റർ. അതായത് അതിന്റെ ഇതാണ് ഡയാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഡയാസ് അല്ല, ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാഡിൽ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് പ്ലാൻ വ്യൂ ആണ്. ടോട്ടൽ ഹൈറ്റ് 10 മീറ്ററും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. സ്റ്റാഡ് എടുത്തു, ന്യൂ എടുത്തു, സ്ട്രക്ചറിന് ഞാനൊരു നെയിം എന്ത് ചെയ്യാണ്, ബ്രിഡ്ജ്. അവിടെ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഗ്രിഡ് പ്ലേസ് ചെയ്തു. ഗ്രിഡ് പ്ലേസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ, നമുക്ക് തുടങ്ങാം. ഗ്രിഡ് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രിഡിന്റെ സ്പേസിംഗ് ഒന്ന് സെറ്റ് ചെയ്യാം. അത് ഞാൻ നിലവിലുള്ള ഗ്രിഡ് എന്ത് ചെയ്തു, സ്പേസിങ് ഞാൻ 1 മീറ്ററിൽ ചെയ്തു. എക്സും സെറ്റ് നമുക്ക് 1 മീറ്റർ. അതുപോലെ തന്നെ നമുക്ക് ഏത് പ്ലെയിനിലാണ് വേണ്ടത്, XY പ്ലെയിനിലാണ് വേണ്ടത്. XY പ്ലെയിനിൽ വേണം. എന്നിട്ട് ഞാൻ 1 അടിച്ചു, ഓക്കെ അടിച്ചു. നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ എലവേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ റിപ്പീറ്റ് വെച്ചിട്ടാണ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, ഇത് എഴുതാം 4, 8, 12, 16. അപ്പൊ നമുക്ക് എന്ത് വേണം, എക്സിലോട്ട് 16 വേണം. എക്സിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, 11, 13, 15, 16. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് അതിന്റെ ഒരു സൈഡ് ക്രിയേറ്റ് ചെയ്യണം, 12, 16. എന്നിട്ട് ഞാൻ ഗ്രിഡ് ഓഫ് ചെയ്തു. ഒരു 4 ബീംസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണുന്നുണ്ട്, എത്രണ്ണം, 1, 2, 3, 4, 5, ടോട്ടൽ 5 എണ്ണമാണ്. ഞാനത് ചെയ്തു ട്രാൻസ്ലേഷൻ റിപ്പീറ്റ് 5 അടിക്കാം. അതിന് നമുക്കിവിടെ ട്രാൻസ്ലേഷൻ റിപ്പീറ്റ് ഉണ്ട്. ഏത് ഡയറക്ഷനിലോട്ടാ, സെറ്റ് ഡയറക്ഷനിലോട്ട്. 1, 2, 3, 4, 5. 5 ആണ് സ്പേസിങ്. സ്പേസിങ് എത്ര, ടോട്ടൽ 100 മീറ്റർ ആണ്. 25, 50, 75, 100. നമുക്ക് എന്ത് ചെയ്യാം, 4 മതി കേട്ടോ. സ്പേസിങ് 25. ഇവിടെ 25 ആക്കി കൊടുത്താൽ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ലിങ്ക് സ്റ്റെപ്പ് ചെയ്തിട്ട് ഓക്കെ അടിച്ചു. അപ്പൊ നമ്മൾ ആ സെലക്ഷൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ സെലക്ട് ചെയ്തു, എന്നിട്ട് ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഓക്കെ അടിച്ചു. കണ്ടോ, അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബ്രിഡ്ജിനുള്ള അത് കോളംസിന്റെ ഡയഗണൽ നമുക്ക് ആദ്യമേ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇനി സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട്. അതുകൊണ്ട് ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ചു. അതിന്റെ ഡയഗണൽസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ വ്യൂവിൽ ഫ്രണ്ട് വ്യൂ എടുത്തു. എവിടെയൊക്കെ വരുന്നത്, രണ്ടെണ്ണം വരുന്നുള്ളൂ. രണ്ട് സെന്റർ പോയിന്റിൽ 2 നോഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ബീം ക്രിയേറ്റ് ചെയ്യാം. ഈ നോഡ് നമുക്ക് എന്ത് ചെയ്യാം, ജോമെട്രിയിൽ ഗ്രിഡ് സെറ്റ് ചെയ്യാം. ഗ്രിഡ് നമുക്ക് നമ്മൾ ആ ഗ്രിഡ് അവിടെ പ്ലേസ് ചെയ്യണം. നോട്ട്സ് അവിടെ ഗ്രിഡ്, ബീം ഗ്രിഡ് വരുന്നില്ല.
ഈ വ്യൂ എന്ത് ചെയ്യാം, ഇഷ്യൂ ഉണ്ടല്ലോ, പ്രോപ്പർട്ടീസ്, വ്യൂവില് ഗ്രിഡ്, ബീം ഗ്രിഡ്, ഓക്കെ സോറി, ഗ്രിഡ് ഓഫ് ചെയ്യും. ഇത് ഞാൻ എന്ത് ചെയ്തു, ഈ 4-ലും 12-ലല്ല ഉള്ളത്, 4, 12, 12 ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, അതിന്റെ സെലക്ടഡ് ബീംസ്, അല്ലെ നമുക്കൊരു കാര്യം ചെയ്യാം, നോഡ് സെറ്റ് ചെയ്യാം. അതായത് എക്സിൽ നമുക്ക് എന്ത് ചെയ്യാം, 4-ലും 4-ല് സെറ്റ് നമുക്ക് എത്ര, -10-ലും കൊടുക്കാം. അല്ല, വൈയില് -10 കൊടുക്കാം. -10, സോറി, ക്രിയേറ്റ് ചെയ്തു, കൊടുത്തു. അപ്പൊ എന്തായി, ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമുക്ക് എത്ര വേണ്ടത്, 12-ലേക്കാരോ, 4, 8, 12, 12-ല് ക്രിയേറ്റ് ചെയ്യാം. എക്സ് നമുക്ക് എന്ത് ചെയ്യാം, 12-ഉം -10. രണ്ടെണ്ണം ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ആഡ് ബീം കൊടുത്താൽ മതി. ആഡ് ബീം ഇത് മുതൽ ഇതുവരെ, അങ്ങനല്ലേ നമ്മൾ പ്ലാൻ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കത് ട്രാൻസ്ലേഷൻ റിപ്പീറ്റ് നേരത്തെ ചെയ്ത മാതിരി ഒന്ന് ചെയ്യാം. സെലക്ട് ചെയ്തു, ട്രാൻസ്ലേഷൻ റിപ്പീറ്റ്, സ്റ്റെപ്പ് 4, 25 സ്പേസിങ്, ലിങ്ക് സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ നമ്മളിത് സെയിം ക്രിയേറ്റ് ആകുമ്പോൾ എന്തുണ്ടാവും, ഈ അടിഭാഗമൊക്കെ ലിങ്ക് ചെയ്ത് പോരൂലേ. അപ്പൊ അതിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഓപ്പൺ ബേസ് കൊടുത്താൽ എന്താ വെച്ചാൽ അടിഭാഗം കണക്റ്റഡ് ആയി വരില്ല. ഓപ്പൺ ബേസ് കൊടുത്തിട്ട് ഞാൻ ഓക്കെ അടിച്ചപ്പോൾ എന്തായിട്ടുണ്ട്, ഈ സൈഡിലോട്ട് വന്നത്, എക്സിലോട്ട് വന്നത്, കൺട്രോൾ സെറ്റ് ഒന്നുകൂടെ ചെയ്യാണ്, നമ്മൾ ഡയറക്ഷൻ മാറിപ്പോയി. ജോമെട്രി ട്രാൻസ്ലേഷൻ റിപ്പീറ്റ്, സെറ്റ് ഡയറക്ഷനിലോട്ട് 425, ലിങ്ക് സ്റ്റെപ്പ് ഓപ്പൺ ബേസ്, ഓക്കെ. ഇതാണ് നമ്മൾ 3D കണ്ടോ, 1 2 3 4 5, 5 ഉണ്ട്. നമുക്ക് എത്ര ഉണ്ട്, 1 2 3 4 5 എണ്ണം ഉണ്ട്. അപ്പോൾ പറഞ്ഞ മാതിരി ഡയമെൻഷൻ പ്രകാരം ഞാൻ വന്നിട്ടുണ്ട്, അതെല്ലാം ക്രിയേറ്റ് ചെയ്തു. ഞാൻ അതിന്റെ പ്രോപ്പർട്ടീസ് കൊടുക്കാം. പ്രോപ്പർട്ടീസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എന്ത്, കോളം ഉണ്ടായ 2 മീറ്ററും, ഷോർട്ട് കോളം 1-ഉം 1-ഉം, ലോങ് കോളം 0.5-ഉം 0.5-ഉം. അപ്പോൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി ഡിഫൈൻ എടുത്തു. സർക്കുലർ എന്തായി, ഡയമീറ്റർ 0.2, ഡയമീറ്റർ വൈഡ് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടോ, 0.2 മീറ്റർ, എം ആണ് ഇവിടെ മീറ്റർ. ഓക്കെ, ആഡ് ചെയ്തു. നമുക്ക് എന്താ, റെക്ടാങ്കിൾ 0.5-ഉം 0.5-ഉം തന്നിട്ടുണ്ട്, 0.5, 0.5 ആഡ്. നമുക്ക് അടുത്ത 1 മീറ്ററിലും കാണുന്നുണ്ട്, 1 1 ആഡ്. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഇനി നമുക്ക് ഇതൊക്കെ അസൈൻ ചെയ്യാൻ നമുക്ക് കോളം ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മളത് ഇതിന്റെ ആണ്, അതായത് നമ്മളെ ഫൂട്ടിങ്ങിന്റെ കോളത്തിന്റെ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് പോയിട്ട് എന്ത് ചെയ്യുക, ബീംസ് പാരലൽ ടു ഏതാണ്, വൈ, വൈ ആണ് ഇത്. നമ്മൾ അസൈൻ ടു സെലക്ട് ബീംസ്, അസൈന് യെസ്. ഞങ്ങൾക്ക് 0.5-ഉം കാര്യങ്ങളും നമ്മൾ നോക്കാം. 0.5 ഏതാ പറഞ്ഞിട്ടുള്ളത്, 0.5 ലോങ് കോളാണ്. ലോങ് കോളം എന്ന് പറയുമ്പോൾ ഇതാണ് ലോങ് കോളം. ലോങ് ആയിട്ടില്ല, നമുക്ക് സെലക്ട് ചെയ്യാം. ലോങ് കോളം കിടക്കുന്നത് സെറ്റ് ഡയറക്ഷനിലാണ്. സെലക്ട് പോയി, പാരലൽ ടു സെറ്റ് ഡയറക്ഷൻ, ഇതാണ് ലോങ് കോളം. അതെടുത്താണ് ഞാൻ എന്ത് ചെയ്തത്, അസൈൻ ടു സെലക്ട് ബീംസ്, അസൈൻ യെസ് അടിച്ചു. മറ്റേതാണ് ഷോർട്ട് കോളം, ഇത് കിടക്കുന്നതാണ് ഷോർട്ട് കോളം. അതിന് ഞാൻ എന്ത് ചെയ്തു, ഷോർട്ട് കോളം 1 മീറ്റർ, അത് എക്സ് ഡയറക്ഷനിലാണ്. സെലക്ട് പാരലൽ ടു എക്സ് എന്ത് ചെയ്തു, അസൈൻ ചെയ്തു.
പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുത്ത് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് വ്യൂ ചെയ്ത് നോക്കാം. വ്യൂവിൽ നമുക്ക് 3D റെൻഡറിങ് നോക്കി നമുക്ക് കാണുന്നതാ ഇങ്ങനെയാണ്. പ്ലേറ്റ് കൊടുത്തിട്ടില്ല നമ്മൾ ഈ കോളംസ് ഫുള്ള് കൊടുത്തു എന്നല്ല, നമുക്ക് പ്ലേറ്റിന്റെ ഡയമെൻഷൻസ് പറഞ്ഞിട്ടില്ല. അത് ഓപ്പൺ അല്ലല്ലോ, എന്തായാലും പ്ലേറ്റ് വരില്ല, ഇതിൽ ഹോൾസ് അല്ലല്ലോ വരിക. പ്ലേറ്റ് വരാൻ ഞാൻ എന്ത് ചെയ്തു, ഡിഫൈൻ എടുത്തു. ഡിഫൈനിലല്ല പ്ലേറ്റ് എടുക്കുക, പ്ലേറ്റ് തിക്നെസ്സിൽ എടുക്കുക. തിക്നെസ് എടുത്താണ് ഞാൻ ചെയ്തു, പ്ലേറ്റിന്റെ തിക്നെസ് ഒരു 0.2 കൊടുത്തു, ആഡ് ചെയ്തിട്ട്. അതേമാതിരി പ്ലേറ്റിന് ഡയഗ്രം നമ്മൾ വരച്ചിട്ടില്ലല്ലോ, പ്ലേറ്റിന് ഡയഗ്രാം വരക്കണം. ജോമെട്രി ഉപയോഗിക്കണം. ആഡ് പ്ലേറ്റ് എടുക്കാൻ ഞാൻ എന്ത് ചെയ്തു, ആദ്യം അത് ഫുള്ളായിട്ട് ഒറ്റ സിംഗിൾ പ്ലേറ്റിൽ വരച്ചാണ്ട് മെഷ് ചെയ്യുക കേട്ടോ. ആദ്യം സിംഗിൾ പ്ലേറ്റിൽ വരക്കുകയാണ്. ഒരു സിംഗിൾ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. എസ്കേപ്പ് അടിച്ചു, റൈറ്റ് ബട്ടൺ അടിച്ചാണ് ഞാൻ എന്ത് ചെയ്തു, സെലക്ട് കേസർ, പ്ലേറ്റ് കേസർ എടുത്താണ്ട് ഒന്ന് സെലക്ട് ചെയ്തപ്പോൾ എന്തിട്ടുണ്ട്, സിംഗിൾ പ്ലേറ്റ് വന്നിട്ടുണ്ട്. ഫുൾ ഒറ്റ സിംഗിൾ ആയിട്ടുള്ള സ്ലാബ്. അത് ഞങ്ങൾക്ക് പീസ് പീസ് ആക്കാം. ഇനി നമ്മൾ ജനറേറ്റ് മെഷ് കയറും. ഞാൻ ജനറേറ്റ് മെഷ് എടുത്താണ് എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു, ജനറേറ്റ് മെഷ്, പ്ലേറ്റ് മെഷ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമുക്ക് എന്ത് മെഷ്, പോളിഗണലാണ് ക്വാർട്ടർ മെഷിങ് ആട്ടി വെച്ചു. ക്വാർട്ടർ ലാറ്ററൽ കൊടുത്താണ് ഞാൻ എന്ത് ചെയ്തു, ഓക്കെ അടിച്ചു. ഈ ഇതിലുണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എ എക്സ് വൈ സെറ്റ് 0 പോയിന്റ്, അതായത് നമുക്കിത് ഈ കാണിക്കുന്നുണ്ട് എന്ത്, കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെറ്റ് 0 പോയിന്റ് കിടക്കുന്ന പോയിന്റ് ആണ്. ബി എന്ന് പറഞ്ഞാൽ എക്സ് എക്സ് 16 00 കിടക്കുന്നത്. സി എന്ന് പറഞ്ഞാൽ ഇത് അവിടെ കാണിക്കണം, സി എക്സ് 16ലും സെറ്റ് 100ലും. 100 മീറ്റർ ആണ് ലെങ്ത്, അതുകൊണ്ട് 100. പിന്നെ ഡി എന്നാൽ 00 100ലും കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാക്കും മെഷ് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാം, എ ബി എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്കൊരു ടോട്ടൽ ഒരു എ ബി ബി സി ടോട്ടൽ ഒരു 16ഉം, ആ, 16ഉം 25ഉം 5ഉം. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമുക്കൊരു 25 പീസസും ആക്കാം, 25 ഇത് 4നും ആക്കാം. അപ്പൊ ഞങ്ങൾക്ക് ടോട്ടൽ 100 കിട്ടും. ഇത് ഞാൻ 4 അടിച്ചു. ബി സി ഇത് നമ്മൾ എന്ത് ചെയ്തു, 25 എടുത്തു. അതേമാതിരി തന്നെ സി ഡി എന്ന് പറയുന്നത് ഇതേറോ. സി ഡി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പിന്നെ 4 എടുത്തു. ജസ്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടാനാണ് 25. 25 × 4 നമുക്ക് കിട്ടണ 100 ആണ്. അപ്പോൾ അടിച്ചപ്പോൾ എന്തായിട്ടുണ്ട്, ഇത് നമുക്ക് 100ൽ കിട്ടും. സ്കേപ്പ് അടിച്ചു, സെലക്ട് കേസർ, പ്ലേറ്റ് കേസർ എടുത്താണ് ഞാൻ എന്ത് ചെയ്തു, പ്ലേറ്റ് ഫുൾ സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ, ഇവിടെയുള്ള ലൈൻ എന്താ വെച്ചാൽ ബീമിന്റെ ആണ്, കൺഫ്യൂഷൻ വേണ്ട. അത് ഈക്വൽ ആയിട്ട് 100 പീസസ് ഉണ്ടാവും. അതായത് ഫോറും ഉണ്ടാവും, ഇത് ടോട്ടൽ 25 ഉണ്ടാവും. അപ്പൊ ടോട്ടൽ 100 ഉണ്ടാവും. നമ്മളെന്ത് ചെയ്യുക, പ്ലേറ്റ് അസൈൻ ടു വ്യൂ അടിച്ചാലും മതി, കാരണം ഇതിലുള്ള പ്ലേറ്റ്സ് ഫുൾ അസൈൻ ആയിക്കോളും. അസൈൻ യെസ് അടിച്ചു. പിന്നെ എന്ത് ചെയ്യാം, വ്യൂ പോയി കണ്ട് അതിന്റെ 3D നോക്കാം. ഒരു ഫിലിം ചെയ്യട്ടെ. വ്യൂ പോയി കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ 3D നോക്കാം. 3D റെൻഡറിങ് കണ്ടോ, ക്രിയേറ്റ് ആയിട്ട്. പക്ഷെ ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്, കോളത്തിന്റെ ഡയമീറ്റർ കിട്ടിയിട്ടുണ്ടല്ലോ. 0.2 എടുത്തിട്ട് 2 ആണ് കേട്ടോ. ഞാൻ ചേഞ്ച് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇത് നോക്കാം, 0.2 അല്ല 2 മീറ്റർ ഡയാന്ന് നമുക്ക് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ കണ്ടോ, ഇതിലിപ്പോ നമുക്ക് വന്നിട്ടുള്ളത് എങ്ങനെയാ, 3Dയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് വന്നിട്ടുള്ളത് എന്താ വെച്ചാല്, പ്ലേറ്റിന്റെ ഒരു പ്ലേറ്റ് ഒരു സെന്റർ പീസ് ആയിട്ടും അതിന്റെ മുകളിൽ ബീമും അതിന്റെ മുകളിൽ എന്താ ചെയ്യുക, ഷോർട്ട് കോള് ലോങ് കോളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇതിനൊരു പോയിന്റ് ഉണ്ട്, 00 പോയിന്റ് ഉണ്ട്. ആ 00 പോയിന്റിന്റെ സെന്ററിലായാലും നമ്മൾ പ്ലേസ് ചെയ്യണം എല്ലാം പറ്റുക. അതായത് പ്ലേറ്റ് 00 പോയിന്റ് സെന്ററിൽ, ആ പോയിന്റിന്റെ പ്ലേറ്റിന്റെ തിക്നെസ് നമ്മൾ 0.2 ആണ് കൊടുത്തത്. ആ പോയിന്റിന്റെ 0.1 മുകളിലോട്ട്, 0.1 താഴോട്ട് വരും. അതേമാതിരി നമ്മൾ 1 മീറ്റർ കോളത്തിന്റെ എന്തെങ്കിലും ബീമിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 0.5 മുകളിൽ 0.5 താഴെ വരും. പിന്നെ നമ്മൾ എടുത്തിട്ട് 0.5 ആണ്. 0.5 പറയുമ്പോൾ ഏത് കോളാ, ഈ കോളം നമുക്ക് എങ്ങനെ വന്നിട്ടുള്ളത്, 0.25 മുകളിൽ 0.25 താഴെയാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് ശരിക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, സ്പെസിഫിക്കേഷൻസ് കൊടുക്കാം. സ്പെസിഫിക്കേഷൻസ് എടുത്താണ് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് പ്ലേറ്റ് താത്തില്ലാതെ സുഖം, ഇതെല്ലാം താത്തി സെറ്റ് ചെയ്യണം, കറക്റ്റ് അലൈൻഡ് ഓർഡറിൽ വരണം. താത്തി സെറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു, സ്പെസിഫിക്കേഷനിൽ പോയിക്കാണ്ട്
ബീമാണ് നമ്മൾ താത്തുന്നത്. പ്ലേറ്റ് അവിടെ വെച്ച് ബീം താത്താണ്. ഓഫ്സെറ്റ് എടുത്തു. സ്റ്റാർട്ട് പോയിന്റ്, അതായത് ഏത് കോളം നമുക്ക് ആദ്യം താത്തുക? വ്യൂ. ശരിക്കും ഇതിൽ വരേണ്ടത് വെച്ചാൽ ഈ കോളം, അതായത് ഷോർട്ട് കോളത്തിന്റെ എന്താ വെച്ചാൽ 1 മീറ്റർ ആണ് അതിന്റെ ലെങ്ത്. ഷോർട്ട് കോളത്തിന്റെ അല്ല, അതായത് സ്ലാബിന്റെ താഴെ എന്ത് വേണം? ലോങ് കോളം വരണം. ലോങ് കോളത്തിന്റെ താഴെ ഷോർട്ട് കോളം, അതിന്റെ താഴെയാണ് ഈ സർക്കുലർ വരേണ്ടത്. ഇപ്പൊ ലോങ് കോളത്തിന്റെ ഡയമെൻഷൻ നമ്മൾ 0.5 മീറ്റർ ആണ്. അപ്പൊ അത് കിടക്കുന്ന പ്ലേറ്റിന്റെ 0.25 മുകളിലോട്ടും 0.25 താഴോട്ടാണ്. അപ്പൊ നമുക്ക് അത് താത്താനെ നമുക്ക് എന്ത് ചെയ്യണം? നേരെ താത്താനും വേണ്ടി 0.25 എന്ത് ചെയ്യാം? ഈ ബീം താത്തുക. 0.25 ബീം താത്തനീന്റെ പുറമെ എന്ത് വേണം? സ്ലാബിന്റെ ഒരു ഹാഫും കൂടെ താത്തണം. അതായത് അപ്പൊ നമ്മൾ താത്തന്റെ 0.35 കാരണം സ്ലാബിന്റെ ഹാഫ് 0.2, സ്ലാബിന്റെ ഹാഫാണ് 0.1. 0.1ഉം കൂട്ടുമ്പോൾ എന്താ? 0.35 നമ്മൾ താത്തണം. ഇനി ഞാൻ ബീം എടുത്തു, എന്ത് ചെയ്തു? ഓഫ്സെറ്റ് ഇട്ടുണ്ട്. വൈലോട്ട് നമുക്ക് എത്ര താത്തണം? -0.25 ബീമിന്റെ, പിന്നെ 0.1 എന്തിന്റെ? സ്ലാബിന് വരും. അപ്പൊ 0.35 നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ട് എന്നുള്ള ലൊക്കേഷനിൽ താത്തും. അതേമാതിരി നമ്മൾ എന്ത് ചെയ്യണം? എൻഡിലും കൊടുക്കണം. ഓഫ്സെറ്റ് എടുത്തു, സ്റ്റാർട്ട് കൊടുത്ത മാതിരി എൻഡ് എന്ത് ചെയ്തു? 0.35 താത്താണ്. നമുക്ക് അത് താത്തി കൊടുക്കാം. എന്നാ ഒരു ഐഡിയ എന്താ സംഭവം? എന്ത് ചെയ്തു? സ്റ്റാർട്ട് സെലക്ട് ചെയ്തു. ഞങ്ങൾക്ക് സെലക്ട് ചെയ്യണം, ലോങ് കോൾ ആണല്ലോ. ലോങ് കോൾ നമുക്ക് സെഡ് ഡയറക്ഷനിലാണ്. സെലക്ട് പാരലൽ ടു സെഡ് ഡയറക്ഷൻ കിടക്കണ ഈ കോളംസ് ഞാൻ സെലക്ട് ചെയ്താണ്. മതിയോ? സ്റ്റാർട്ട് അസൈൻ ടു സെലക്ട് വ്യൂസ്. യെസ്, സ്റ്റാർട്ട് അടിച്ചപ്പോൾ കണ്ടോ ഒരു സൈഡ് മാത്രം തന്നെ നമുക്ക് വ്യൂവിൽ പോയി നോക്കിയാൽ മനസ്സിലാവും 3D എന്തുകൊണ്ടാണ് സ്റ്റാർട്ടും എൻഡും എടുക്കുന്നത്. അതായത് ഈ ചെറിയ ചെറിയ ബീംസ് ഇല്ലേ, സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ചെറിയ ചെറിയ ബീംസ് ആയിട്ടുണ്ട് സ്ലാബിന്റെ ഒപ്പം. അതെന്തായിട്ടുണ്ട്? അതിൽ ഓരോ ബീംസിനും സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് പോയിന്റ് താത്തിയപ്പോൾ ഈ സ്റ്റാർട്ട് പോയിന്റ് മാത്രം താവുക, എൻഡ് പോയിന്റ് സെപ്പറേറ്റ് ആണ്. കറക്റ്റ് ഓർഡറിൽ ഓഫ്സെറ്റ് ആയി വരില്ല. നമ്മൾ സ്റ്റാർട്ട് പോയിന്റ് താത്തി ഇനി എൻഡ് പോയിന്റ് താത്തണം. അതേമാതിരി എല്ലാത്തിന്റെ സ്റ്റാർട്ടും എൻഡും താത്തണം. ഞാൻ എന്ത് ചെയ്തു? സ്റ്റാർട്ട് പോയിന്റ് താത്തി ഇനി എൻഡ് പോയിന്റ് താത്താൻ ഇതാ സെലക്ട് ചെയ്തു. എൻഡ് എടുത്താണ് എന്ത് ചെയ്തു? സെലക്ട് പാരലൽ ടു സെഡ് ഡയറക്ഷൻ. എൻഡ് അസൈൻ ടു സെലക്ട് ബീംസ് അസൈന് യെസ്. എന്തുണ്ടായിരുന്നു അവരിട്ട്? കൺട്രോൾ സെറ്റ് എന്തോ പാട്ട് അടിച്ചിടണം. ആ എന്തിന് മൈനസ് അല്ലേ കൊടുക്കണ്ടേ? ആ, സോറി. നിന്ന് എഡിറ്റ് ചെയ്യാൻ മൈനസ് കൊടുക്കാൻ മറന്നാട്ടോ, സോറി. -35 ചേഞ്ച് അടിച്ചു. ഇപ്പൊ എന്തായിട്ടുണ്ട്? ഒക്കെ റെഡി ആയിട്ടുണ്ട്. വ്യൂവിൽ എന്ത് ചെയ്യാം? വ്യൂ ടാബ് പോയിട്ട് 3D നോക്കാം. സൂം ചെയ്യാൻ കുറച്ച് പണിയാണ്. ഇതാ, ഇപ്പൊ അതെല്ലാം താന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാം കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഷോർട്ട് കോളം 1 മീറ്ററിന്റെ താത്തണം. 1 മീറ്ററിന്റെ താത്തുമ്പോൾ നമുക്ക് അതിന്റെ ഹാഫും, അതായത് ഇതിന്റെ ഹാഫ് താത്തി നമുക്ക് നേരെ വരുന്നത് എവിടെ വരിക? അതായത് 0.5 താത്തിയാല് 0.5ഉം ഈ പ്ലേറ്റിന്റെ ഹാഫും താത്തി എത്ര? 0.6 താത്തിയാൽ ഇതിന്റെ താഴെ വരുള്ളൂ. അതായത് ഇതിന്റെ താഴെ. അപ്പൊ നമുക്ക് ഈ കോളത്തിന്റെ എത്ര? അതും താത്തണം. അതായത് ഈ കോളത്തിന്റെ ഇത് തന്നെ തിക്നെസ് വരുന്നത് 0.5 ആണ്. അപ്പൊ നമ്മൾ ടോട്ടൽ 1.1 താത്തണം. അപ്പൊ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബീം എടുത്തു, ഓഫ്സെറ്റ് എടുത്തു, മൈനസ് എടുക്കണം. -1.1 ആഡ്, ഒന്നുകൂടെ ബീം എടുത്തു, ഓഫ്സെറ്റ്, സ്റ്റാർട്ടുള്ള എൻഡ് കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? -1.1 ആഡ്. നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ അസൈൻ ചെയ്യണം. അത് ഷോർട്ട് കോൾ ആണ്. അപ്പൊ അത് എക്സ് ഡയറക്ഷനിലാണ്. സെലക്ട് പോയി ബീംസ് പാരലൽ ടു എക്സ് ഡയറക്ഷനിൽ ഞാൻ എന്ത് ചെയ്തു? എൻഡ് അസൈൻ ചെയ്തു, സ്റ്റാർട്ടും അസൈൻ ചെയ്തു. ഇത്ര മതി. വ്യൂ പോവാ, 3D നോക്കാം. ഓക്കെ, അത് താന്നിട്ടുണ്ട്. ഇതിന്റെ താഴെ വന്നിട്ടുള്ളൂ. കണ്ടോ? അപ്പോൾ ഒരു സ്പേസിങ് കണ്ടോ? ഞങ്ങൾക്ക് കോളം താത്തണം. കോളം നമുക്ക് താത്തണ്ടി എത്ര താത്തണം? ഇതും താത്തണം. 1 മീറ്റർ താത്തണം. പിന്നെ ഇവിടുത്തെ താത്തണം 1 മീറ്ററും 1 പോയിന്റ്, അതായത് 1ഉം 1.5ഉം 1.6 താത്തണം ടോട്ടല്. ബീം എടുത്ത് ഓഫ്സെറ്റ് സ്റ്റാർട്ട് -0.6ഉം
എൻ്റെ -1.6. ഇനി നമുക്ക് അത് കൊടുക്കാം. ഏത് ഡയറക്ഷനില്ല? വൈ ഡയറക്ഷനിൽ സെലക്ട് പോയിട്ട് വൈ ഡയറക്ഷൻ സെലക്ട് ചെയ്തു. എൻ്റെ അസൈന് എസ്, സ്റ്റാർട്ട് അസൈന് എസ്. വ്യൂ നോക്കാം. റീഡ് റണ്ടറിങ്. ഇങ്ങനെയാണ് വരിക. ഇവിടെ രണ്ടെണ്ണം താവാത്തുണ്ട് കേട്ടോ, എന്താ നോക്കാം. താന്നിട്ടില്ലല്ലോ, സെലക്ഷൻ കിട്ടിയിട്ടില്ല. ഇതാണ് താവ. അത് മിക്കവാറും നമുക്ക് ഇതാണ് അല്ലേ. ഞങ്ങൾക്ക് എൻ്റെ എന്ത് ചെയ്യാം, അസൈൻ ടു സെലക്ട് വ്യൂസ് അസൈൻ ചെയ്ത് നോക്കാം. കൺട്രോൾ സെറ്റ് ക്യാൻസൽ ചെയ്യാം. സ്റ്റാർട്ടാണ് ഓപ്പൺ. പറ്റതാണല്ലോ. കൺട്രോൾ ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് ഓപ്പൺ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് കൊടുത്തോക്കാം. പറ്റതാണല്ലോ, നമുക്ക് നോക്കാതെ എങ്ങനെ ചെയ്യാം. വ്യൂവില് 3D നോക്കാം. 3D കണ്ടു നോക്കാം. എന്താ പ്രശ്നം? ഇവിടെ കുറച്ച് എറേഴ്സ് വന്നിട്ടുണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ ഏതാ പോയിന്റ്സ് നോക്കാം. നമുക്ക് പൊന്താനും താവാനും വരുന്ന നോക്കാം. എന്ത് ചെയ്യാം, വ്യൂസ് സെലക്ട് ചെയ്തു. ഞാനിതാ പച്ച ഏതാ കളറ്? പച്ച സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതൊക്കെ സ്റ്റാർട്ടാണ് താവാനുള്ളത്. കൺട്രോളൊക്കെ പിടിച്ച് ഇതൊക്കെ സ്റ്റാർട്ട് താവാണ്ട്, അതായത് ഷോർട്ട് പോൾ നമ്മൾ ഏതാ ചെയ്യുന്നുണ്ട്, ഇതല്ലേ. 1.6 അല്ല, 1.1 ആണോ? 1.6 ആണോ കേട്ടോ. അവിടെ നിൽക്കട്ടെ, നോക്കാം നമുക്ക് അടുത്തതൊക്കെ. ഇതൊക്കെ എവിടെ കിടക്കുന്നത്? വ്യൂ 3D നോക്കട്ടെ കേട്ടോ. സെലക്ഷൻ കിട്ടിയിട്ടാണ് ക്ലോസ് ചെയ്ത് 3D റണ്ടറിങ് നോക്കാം. ഏറ്റവും താഴെ നടക്കുന്നത് 1.6 ആണത്. ഏറ്റവും താഴെ വരുന്ന ബീമല്ലേ. അപ്പൊ ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. കൺട്രോൾ നോക്കി പിടിച്ചു. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ട് പോയിന്റ് ആണ് താവാനുള്ളത്. പച്ചയാണ് കാണുന്നത്. സ്റ്റാർട്ട് എന്ത് ചെയ്യും, 1.6 സെന്റ് സെലക്ട് അസൈൻ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് എൻഡ് പോയിന്റ് തന്നിട്ടില്ല. എന്ത് തന്നാ ഒന്നായിട്ട് താവും. ഡിലീറ്റ് അടിക്കാം. Yes. ഈ ബീംസ് നമുക്ക് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ജോമെട്രിയിൽ ആഡ് ബീം എടുത്താണ് ഞാൻ എന്ത് ചെയ്യണം. ഇവിടെ ഒരു ബീം ഡിലീറ്റ് ചെയ്ത ബീമൊക്കെ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്താണ് ഞാൻ ഒന്നുകൂടെ ഓഫ്സെറ്റ് ചെയ്യണം. നേരത്തെ കൺട്രോൾ സെറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടെറർ ആയിരിക്കണം. ഞാൻ നോക്കാം. കൺട്രോൾ നോക്കി പിടിച്ചു. 4 1.6 എൻ്റെ അസൈൻഡ് സെലക്ട് ബീംസ് സ്റ്റാർട്ട്
അസൈൻ ടു സെലക്ടഡ് ബീംസ് അത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ താത്താളെ ഇവിടെ താത്താണ്ട് സ്റ്റാർട്ട് അസൈൻ ടു സെലക്ടഡ് ബീംസ്. ആ 1.6 നമ്മൾ ഏതാ താത്തേണ്ടി വരും? 1.1 ആണ് താത്തേണ്ടി വരും. സോറി, ചെറിയ മിസ്റ്റേക്ക് ആണ്. കാരണം നമ്മളെ റൗണ്ട് കോളാണ് താത്തേണ്ടത്. ഇത് ഓക്കെ. ഇനി ഇവിടെ കുറച്ച് ബീംസ് ഉണ്ടല്ലോ. ഇവിടെ ബീംസ് ഫുള്ള് വന്നിട്ടുണ്ടോ നോക്കാൻ, നമ്മൾ വരച്ച മിസ്സിംഗ് ഉണ്ടോ നോക്കാൻ എന്ത് ചെയ്യാം? ബീംസ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അസൈൻ ചെയ്യണം. കൺട്രോൾ ആക്കി പിടിച്ചു. ഇത് ഇതൊക്കെ ഏതിൻ്റെ ഇനി ഒന്നിൻ്റെ ഫസ്റ്റ് താത്തിയത് 0.35 അസൈൻ. യെസ്, 0.35. ഓക്കെ, ഞങ്ങൾക്ക് നോക്കാം. വ്യൂവിൽ 3D റണ്ടറിങ് നോക്കാം. അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല കേട്ടോ. പ്രോപ്പർട്ടീസും കൂടെ അസൈൻ ചെയ്യണം. അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് നോക്കി പഠിച്ചു. ഷോർട്ട് കോൾ നമുക്ക് എത്ര കഴിഞ്ഞു? 1 മീറ്റർ കഴിഞ്ഞു തോന്നുന്നുണ്ടല്ലേ. പ്രോപ്പർട്ടീസ് 1 മീറ്റർ. അതാണ് അനലിറ്റിക്കൽ മോഡലായിട്ട് കാണുന്നത്. അസൈന് യെസ്. ഞങ്ങൾക്ക് ഏതാളുള്ള റെക്ടാങ്കുലർ ഇതുണ്ട്. കൺട്രോള് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. കാരണം അസൈൻ ആയിമോട് അസൈൻ അയച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. വ്യൂവിൽ 3D റണ്ടറിങ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ആണ്. ഞങ്ങൾക്ക് എന്താ ചെയ്യാം? സപ്പോർട്ട് എടുക്കാം. സപ്പോർട്ട് വ്യൂവിൽ ഞാൻ എന്ത് ചെയ്തു? ഫ്രണ്ട് വ്യൂ എടുത്തു. എന്ത് ചെയ്തു? ക്രിയേറ്റ് ആഡ് എന്ത് ചെയ്യാം? സപ്പോർട്ട് കൊടുക്കണം. അസൈൻ ടു സെലക്ടഡ് ബീംസ് നോട്ട്സ് അസൈൻ ചെയ്തു. കുറച്ച് താന്ന് കണ്ണുണ്ടാക്കി വെച്ചാൽ നമ്മൾ ഓഫ്സെറ്റ് ചെയ്തോണ്ട് കേട്ടോ. നോഡ് ഓഫ്സെറ്റ് ആവില്ല, ബീം മാത്രം ഓഫ്സെറ്റ് ആവുള്ളൂ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എറേഴ്സ് ഉണ്ടാവില്ല. ഓക്കെയാണ്. സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്ത് ഞങ്ങൾക്ക് ലോഡ് കൊടുക്കുക. ലോഡ് നമുക്ക് എന്താ? വെഹിക്കിൾ ലോഡാണ്. വെഹിക്കിൾ ഡെഫിനിഷൻസ് എടുക്കുക. അതായത് മൂവിങ് ലോഡാണ്. മൂവിങ് ലോഡ് കൊടുക്കാനാണ് പറഞ്ഞത്. അതിന് നമുക്ക് യൂസ് ചെയ്യുന്ന കോഡാണ് IRC കോഡ്. IRCയിൽ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഡ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്. IRC 006 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? മൂവിങ് ലോഡ് കഴിക്കാണ്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മളത് എന്താ വെച്ചാൽ വെഹിക്കിൾ ലോഡാണ്. വെഹിക്കിൾ ആണല്ലോ. അപ്പോൾ എന്താ വെച്ചാല് വണ്ടിന്റെ വെയിറ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ കോഡിൽ നമുക്ക് അത്യാവശ്യം ലോഡ്സും കാര്യങ്ങളൊക്കെ കാറ്റഗറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഇവിടെ ഉണ്ടാവില്ല. സിസ്റ്റത്തിലുണ്ട്, കുറച്ച് കോഡ്സ് ഉണ്ട്. പക്ഷെ ഇത്രയും വലിയ കോഡൊന്നല്ല, ഏറെ ചെറിയ കോഡ് നമുക്ക് ആവശ്യമുള്ള മാത്രം സോർട്ട് ഔട്ട് ചെയ്ത് തരാം. ഞാൻ ഇവിടുത്തെ ഫയൽ എടുക്കാൻ മറന്നുകൊണ്ട് ഫുള്ള് ഡൗൺലോഡ് ചെയ്തതാണ്. ഇതിലത് നമുക്ക് ഇതിന്റെ പേജ് ഇതിലുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ ലോഡ്സിന്റെ ഒരു ഇതിലുണ്ടാവും. IRC 006 ആണ് കോഡിന്റെ പേര്. ഇതിലത് നമുക്ക് വെഹിക്കിൾ ലോഡ് തന്നിട്ടുണ്ട്. ഡ്രൈവിംഗ് വെഹിക്കിളിന്റെ ലോഡ്, അതായത് ഇതിൽ കാണുക. നമുക്ക് ഇത്ര നമ്മൾ കൺസിഡർ ചെയ്യാം. നമ്മൾ 100 മീറ്റർ ഉണ്ട്, പക്ഷെ നമ്മളെ കോഡിൽ ഇപ്പോൾ പല ബ്രിഡ്ജും പല മീറ്ററിലും ദൂരത്തിലേറും. 1 കിലോമീറ്റർ ഉള്ള ഉണ്ടാവും, 100 മീറ്റർ ഉണ്ടാവും, 200 മീറ്റർ, പല മീറ്ററിലും ഉണ്ടാവും. നമ്മൾ 100 മീറ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ടോട്ടൽ ഒരു 80 മീറ്റർ ഉണ്ടാവുള്ളൂ. 1.1 1 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഒരു 18 19 മീറ്റർ ഉള്ളൂ ടോട്ടൽ ലെങ്ത്. ഇത് ഇതുവരെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മള് ബ്രിഡ്ജ് ഫുള്ള് കൺസിഡർ ചെയ്യല്ല, ഒരു ഹാഫ്, അതായത് ഇത്ര ഈ ഒരു കൺസിഡറേഷൻ മാത്രം കൊടുക്കുള്ളൂ. ഇത്ര ഏരിയസ് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. അത് നമ്മൾ വീല് എന്ത് ചെയ്താണ്ട് ബേസ് ചെയ്താണ്ട് കൊടുക്കുന്നത്? വീലിന്റെ ലോഡ് എവിടെ വരുന്നത് ബേസ് ചെയ്താണ്ട് കൊടുക്കുന്നത്. അതായത് വണ്ടിന്റെ സ്പേസിങ് കാര്യങ്ങളും ടൈപ്പ് എ പ്ലാൻ, ടൈപ്പ് ചെയ്യാൻ എന്തോന്ന് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ പലതും ഉണ്ട്. ഇതിപ്പോ കുറച്ച് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ലോഡ് വരുന്ന വണ്ടികളെ ഇത് വെച്ചിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ എങ്ങനെ കൊടുക്കാന്ന് നോക്കാം. സ്റ്റാഡ് എടുത്തു.
ലോഡിങ്ങിൽ നമ്മൾ വെഹിക്കിൾ ഡെഫിനിഷൻസിൽ ആഡ് ചെയ്തു. അതിലുണ്ടാവും നമുക്ക് ഉണ്ടാവും ഡിഫൈൻ ലോഡ്, മൂവി ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ ലോഡ് കൊടുക്കുക. ഈ ലോഡ്സ് കാര്യങ്ങൾ ഫുള്ള് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ആദ്യം 2.7 ടെൻ ടെന്നിലേക്കാരം ഈ വെയിറ്റ്സ് ഫുള്ള് വരാം. 2.7 ടെൻ. 2.7 ടെൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്രയാ? നമുക്ക് 27 ആയിരം കിലോ ന്യൂട്ടൺ. 27. അത് സാധാരണ നമ്മൾ 9.81 ഇൻറ്റു ചെയ്യലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യണത് ടെന്നെ തന്നെ ചെയ്യണം. കുറച്ച് കൂട്ടി ചെയ്താലും പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ 27 വന്നു. അതിന്റെ ഡിസ്റ്റൻസ്, വീൽ ഡിസ്റ്റൻസ് എത്ര? വീൽ ഡിസ്റ്റൻസ് 1.1 ആണ്. നമ്മൾ 1.1 കൊടുത്തു. മീറ്ററിലാണ് 1.1. നമുക്ക് ബാക്കി അടുത്ത സെക്ഷനിൽ എടുക്കാം. ഇതിന്റെ ബാലൻസ് ആയിട്ട് തന്നെ എടുക്കാം. കാരണം ഇപ്പൊ കട്ടാവും. ഓക്കെ.